ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ മച്ചമരെ ഞാനിന്ന് നമ്മളെ ബുള്ളറ്റിൻ്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ അന്ന് ബുള്ളറ്റ് പണിയെടുക്കുന്ന വീഡിയോ ആട്ടോ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പണിയൊക്കെ എടുത്ത് നമ്മൾ സൂപ്പർ ആക്കിയിട്ട് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ബുള്ളറ്റ് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളതെന്നും അപ്പോൾ ഇപ്പോഴത്തെ ലുക്ക് എങ്ങനെ ഉണ്ടെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വരാനുള്ളൊരു സംശയം എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ രീതിയിലുള്ള ബുള്ളറ്റ് ഉണ്ടായിട്ട് കൂടി പിന്നെ ഇതുപോലെയുള്ള പഴയ സെക്കൻഡ് ബുള്ളറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. ഒരു മനസ്സിൻ്റെ ഉള്ളിൽ ചില ആൾക്കുള്ള ചോദ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ നമ്മളെ എന്താ പറയുക, പഴയ മോഡലുള്ള ആ ഒരു ബുള്ളറ്റിൻ്റെ അത് ഓടിച്ചിട്ടുള്ള ആ ഒരു ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. പിന്നെന്ന് വെച്ചാൽ എൻ്റെ ഒരു എന്താ വെച്ചാൽ എനിക്ക് ആദ്യം ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ തന്നെ പഴയ മോഡലാട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ നിന്നാണ് എന്താക്കിയത്, ഓടിച്ച് കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ ഓടിച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ച് പഠിച്ചതല്ല പറയുന്നത്. ഈ വലത്ത് ഭാഗത്ത് പിന്നെ സാധാരണഗതിയിൽ മറ്റുള്ള ബൈക്കിനൊക്കെ ആണെങ്കിൽ നമ്മളെ ഇടത്ത് സൈഡിൽ ബ്രേക്കും ഇടത്ത് സൈഡിൽ ഗിയറും വലത്തെ സൈഡിൽ ബ്രേക്കും ആയിരിക്കും കേട്ടോ. പിന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇടത്ത് സൈഡിൽ ബ്രേക്കും വലത്തെ സൈഡിലാണ് ഗിയറും വരുന്നത്. പിന്നെന്ന് വെച്ചാൽ ഇത് ഷാർട്ടാക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ കറക്റ്റ് എംബിയർ കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് വേണം ഇത് ഷാർട്ടാക്കി എടുക്കാനായിട്ട്. പിന്നെ എൻ്റെ സൗണ്ട് എന്ന് വെച്ചാൽ വേറെ ലെവൽ സൗണ്ടാണ്. പിന്നെ വൈബ്രേഷൻ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. കാരണം നമ്മൾ ഇതിൻ്റെ ക്രാങ്ക് വെയിറ്റ് ഒക്കെ കൂട്ടിയിട്ടുള്ള വണ്ടിയാട്ടോ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള വണ്ടിയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. പക്ഷേ എന്ന് വെച്ചാൽ ഇത് നിർത്തി വെച്ചിട്ട് എന്തായിപ്പോൾ കുറേ കാലം ഇത് വണ്ടി എടുക്കാതെ നിർത്തിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ, ഈ റിമ്മിൽ തുരുമ്പ് വരിക, അതുപോലെ തന്നെ പെയിൻറ്റ് കുറച്ച് ഫെയ്ഡ് ആവുക, പിന്നെ സൈലൻസർ കംപ്ലീറ്റ് മങ്കാർ പിടിച്ച് പോവുക, അല്ലെങ്കിൽ തുരുമ്പെടുത്ത് പോവുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഹാനൽ പിന്നെ ക്ലാസിക്കിൻ്റെ ഹാനലായിരുന്നു ഇട്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഈ ഒരു പഴയ മോഡലിന് ആ ഒരു ഹാനലിന് ഒരു ഒട്ടും എന്താ പറയുക ചിന്തിക്കാനും കൂടി പറ്റാത്തൊരു സംഭവം കേട്ടോ. അത് ആ ഒരു പഴയ ആ രീതിയിൽ ലേശം വൈഡായിട്ട് പിടിക്കുന്ന ആ ഒരു ഹാനൽ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റിയെന്നാട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ പുതിയ ബുള്ളറ്റിനാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനാണെങ്കിൽ മൈലേജ് കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ എന്നിട്ടും ഇത് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്ന വെച്ചാൽ ഇത് ഒരു വേറെ ലെവലാണ്, വേറെ സംഭവമാട്ടോ. അത് ഓടിച്ച് കഴിഞ്ഞാൽ മാത്രം അതിൻ്റെ ഒരു സുഖം എന്താണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും പറഞ്ഞ് വലിപ്പിക്കുന്നില്ല. നമുക്ക് ആ വീഡിയോ എന്താക്കണ്ട വലിപ്പിച്ച് കൊണ്ടുപോയെന്നുള്ള പ്രശ്നങ്ങൾ വേണ്ട. കുറേ ആൾക്കാർ നമ്മൾ വീഡിയോ വലിപ്പിച്ച് ആവശ്യമില്ലാതെ വലിപ്പിക്കുന്നൊക്കെ പറയുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വേണ്ട, നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുടെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമ്മളെ ഫാമിലി സംബന്ധമായതും കൺസ്ട്രക്ഷൻ സംബന്ധമായതും അതുപോലെ തന്നെ വണ്ടി സംബന്ധമായതും എന്തൊക്കെ കണ്ടന്റ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകട്ടോ. ഗൈസ്, നമ്മളെ വണ്ടി ഇതാ ഇപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മൾ പണിതിറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ലുക്കിലേക്ക് നമ്മൾ പണിതിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വിഷുവിൻ്റെ തിരക്കായതുകൊണ്ടാണ്, വിഷുവിൻ്റെ തിരക്കിലാട്ടോ നമുക്ക് വണ്ടി അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇപ്പം നമ്മൾ പുതുതായി ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ടോപ്പ് പോസ്റ്റിൽ വരുവാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഹാനൽ ക്ലാസിക്കിൻ്റെ ഹാനലായിരുന്നു കേട്ടോ. ഇതിൻ്റെ ആദ്യം ഉണ്ടായിരുന്നത് അത് മാറ്റി നമ്മൾ പഴയ ഒരു 2002 2003 ആ ഒരു ഇയറിൽ ഇറങ്ങിയ വണ്ടിയുടെ വൈഡ് ഹാൻഡിൽ അത് കിട്ടുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. ഇതിപ്പോൾ വൈഡായിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ അതിൻ്റെ ലുക്ക് കണ്ടോ, ആ ഒരു ഹാൻഡിൽ ലുക്ക്. മറ്റേ നമുക്ക് ഇങ്ങനെ പൊങ്ങി കിടന്നിട്ടില്ല ഹാൻഡായിട്ട്, ഇതിപ്പോൾ നല്ല വൈഡ് പരന്ന് കിടക്കുന്ന ഹാൻഡ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹാൻഡിൽ മാറ്റി കേട്ടോ. പിന്നെ രണ്ടാമത് ഇതിൻ്റെ മീറ്റർ കൺസോളിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ മീറ്റർ ഓടുന്നില്ലായിരുന്നു കേട്ടോ, വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ LED ലൈറ്റ്, ഇതിൻ്റെ ഉള്ളിലുള്ള ലൈറ്റ് കാര്യങ്ങളൊന്നും കത്തുന്നില്ലായിരുന്നു. അതുപോലെ ഇതിൻ്റെ ആംബിയർ മീറ്ററിൻ്റെ ഉള്ളിലും ലൈറ്റ് കാര്യങ്ങളൊന്നും കത്തുന്നില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഫിറ്റ് ആക്കിയിട്ടാ. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. താക്കോൽ താഴത്തള്ള കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം താക്കോൽ എടുത്തില്ല. താക്കോൽ എടുത്തതിന് ശേഷം താക്കോലിട്ട് അതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ പിടിച്ച് വേണ്ടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആംബിയർ മീറ്ററിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വെച്ചു. പിന്നെ ഇതിൻ്റെ മീറ്റർ, അതായത് പിന്നെ സ്പീഡോ മീറ്റർ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കേബിൾ കാര്യങ്ങളൊക്കെ മാറ്റി, ഗിയർ കാര്യങ്ങളൊക്കെ മാറ്റി അത് സെറ്റ് ചെയ്ത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഈ ഒരു ക്യാപ്പ് നമ്മൾ ഫിറ്റ് ചെയ്തു കേട്ടോ. ഈ ഒരു ക്യാപ്പ് ഫിറ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ പവർ സ്വിച്ച്, ഇവിടെ പവർ സ്വിച്ച് ഇല്ലായിരുന്നു കേട്ടോ. ആദ്യത്തെ വണ്ടിയിൽ പവർ സ്വിച്ച് ഇല്ലായിരുന്നു, ഇത് കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ പുതുതായി വെച്ച കേട്ടോ. പുതുതായി വെച്ചെന്ന് വെച്ചാൽ നിലവിലെല്ലാ വണ്ടിക്കുണ്ട്, പഴയ മോഡൽ വണ്ടിയിലുണ്ടാവും. പക്ഷേങ്കിൽ നമ്മളെ ഈ ഒരു സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളത് ഉണ്ടാക്കി വീണ്ടും വർക്ക് ചെയ്യാനുള്ള ഇതിൽ പുതിയ വെച്ച് കൊടുത്തു കേട്ടോ.
പിന്നെ നമ്മൾ താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പഴയ വണ്ടിയുടെ ജസ്റ്റ് ഇതിൻ്റെ സൈഡിൽ കൊടുത്തേക്കാം. ഈ ഒരു ഇവിടെ റബ്ബറിൻ്റെ ബുഷായിരുന്നു കേട്ടോ, റബ്ബറിൻ്റെ ഒരു സംഭവമായിരുന്നുള്ള. അപ്പോൾ അത് മാറ്റി നമ്മൾ ഈ ഒരു സ്റ്റീലിൻ്റെ തന്നെ നമ്മൾ ചെയ്തു കേട്ടോ. 2 പീസ് ഇവിടെയും ഇവിടെയും, ഈ 2 എണ്ണം റബ്ബറായിരുന്നു കേട്ടോ, അത് മാറ്റി സ്റ്റീൽ തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ടയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അലോയ്സ് കാറ്റി കേട്ടോ, അലോയ് കാറ്റി ഈ 3 കാലുള്ള അലോയ് ആട്ടോ കാറ്റ്. അലോയ് നമ്മൾ സെക്കൻഡ് എടുത്ത കേട്ടോ, സെക്കൻഡ് വാങ്ങിയാണ്. അപ്പോൾ 2 അലോയ് ഫ്രണ്ടും ബാക്കും അലോയ് ചെയ്തു. അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ മൊട്ടയായിരുന്നു. അപ്പോൾ നമ്മൾ അലോയ് കാറ്റാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട് ടയർ മൊത്തത്തിൽ തേഞ്ഞ് തീർന്ന അവസ്ഥയിലായിരുന്നു കേട്ടോ. നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു ഫ്രണ്ട് ടയറുള്ള. അപ്പോൾ ഈ ടയർ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ പഴയ വീലിൻ്റെ മുകളിൽ നമ്മൾ ട്യൂബ് ഇടുന്ന ഭാഗത്ത് എന്തുണ്ടായിരുന്നു, മൊത്തം തുരുമ്പെടുത്ത് പൊട്ടി പുറത്ത് വന്ന് ട്യൂബ് പുറത്ത് വന്ന അവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അലോയ് മാറ്റി കേട്ടോ, അലോയ് വീല് മാറ്റി അലോയിലേക്ക് കാറ്റിയേ. അപ്പോൾ ടയർ മാറ്റി. പിന്നെ അടുത്ത നമ്മൾ ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ ഇവിടെ ഇതൊക്കെ ഫുള്ള് കറുപ്പ് പെയിൻ്റ് അടിച്ചിരിക്കുന്ന സ്ഥിതിയിലുള്ള കേട്ടോ, മൊത്തം കറുപ്പ് പെയിൻ്റാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താക്കി, പെയിൻറ്റ് റിമൂവർ ഉപയോഗിച്ച് പെയിൻറ്റ് കംപ്ലീറ്റ് പൊളിച്ചെടുത്ത് നമ്മളെ സ്റ്റീലിൻ്റെ ആ ഒരു ഇതിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, ക്രോമിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അടുത്ത നേരത്തെ പറഞ്ഞ പണി കുറച്ച് ബാക്കിയുണ്ടെന്നുള്ള. അപ്പോൾ ഈ ഒരു സംഭവം ഇത് പഴയ മോഡൽ വരുന്ന സാധനം കേട്ടോ, ഈ സ്ക്രൂ ഡ്രൈവർ ഇട്ട് കഴിച്ചെടുക്കുന്ന ഓപ്പണാണ് നമ്മൾ ബാറ്ററീൻ്റെ വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം അവിടെ ഇല്ല. അപ്പോൾ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇതേപോലെ തന്നെ വേണമെന്ന് എനിക്കൊരു നിർബന്ധം. അപ്പോൾ ഇപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ താക്കോൽ ഇട്ട് തുറക്കുന്ന സംഭവം കേട്ടോ. അപ്പോൾ അത് വേണ്ട, എനിക്ക് ഇതേപോലെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടണം. അപ്പോൾ ഇത് ഒരു പെൻഡിങ് ആയിട്ടുള്ള വർക്കാട്ടോ ഇത്. അതുപോലെ നമ്മൾ ഫുള്ള് പെയിൻറ്റ് ചെയ്തിട്ടില്ല. ഫുള്ള് പെയിൻറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിനിപ്പോൾ 1 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ എന്ത് വരുന്നുണ്ട്, റിന്യൂവൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫുൾ പെയിൻറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ ബാക്ക് നമ്മൾ അലോയ്, ബാക്കിലേക്ക് വരുന്ന സമയത്ത് ബാക്കിലും നമ്മൾ അലോയ്സിൻ്റെ നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളൊന്നുമില്ല. പിന്നീട് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ വർക്ക് എന്ന് വെച്ചാൽ ഇവിടെ ബ്രേക്കിൻ്റെ ഈ ഒരു പേഡൽ ഭയങ്കര ഷേക്കായിരുന്നു കേട്ടോ. ഭയങ്കര ഷേക്ക് എന്ന് പറഞ്ഞാൽ ഇത് ഓവലായിട്ട് ബ്രേക്ക് ഇങ്ങനെ ആടി കളിക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് ബുഷൊക്കെ അടിച്ച് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട്. അതുപോലെ ഇവിടെ കണ്ടോ ഈ ഒരു സംഭവം, ഇത് നമ്മളെ ബ്രേക്ക് ലൈറ്റിൻ്റെ അഡ്ജസ്റ്റർ കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഇതിൻ്റെ മേലില്ലായിരുന്നു. അപ്പോൾ ഈ സ്പ്രിങ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ പുതിയ വാങ്ങിയിട്ട് ഇപ്പോൾ നല്ല ബ്രേക്ക് ചാട്ടുന്ന സമയത്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. അപ്പോൾ അതും ചെയ്തു കേട്ടോ. പിന്നെ ഇതിൻ്റെ നമ്മളെ ഹെഡിൻ്റെ മുകളിൽ നിന്ന് കംപ്ലീറ്റ് ഓയിൽ ലീക്കായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് ഓയിൽ ലീക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ മൊത്തം പാക്കിങ് മാറ്റി ആന കൊണ്ടിട്ട് കംപ്ലീറ്റ് സെറ്റാക്കി കേട്ടോ. മൊത്തം പാക്കിങ് മാറ്റി ആന കൊണ്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്ക് വശത്തേക്ക് വരുന്ന സമയത്ത് ബാക്കിൽ നേരത്തെ പറഞ്ഞിട്ട് ലൈറ്റ് കാര്യങ്ങളൊന്നും കത്തുന്നില്ല എന്നുള്ള. അപ്പോൾ ഇപ്പോൾ എല്ലാ ലൈറ്റും കാര്യങ്ങളും കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ വേറെ കാര്യമായിട്ട് പണിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ സൈലൻസറിൻ്റെ മഫ്ലോർ, ഇൻഡോർ എന്ന് പറയുന്ന നമ്മളെ മഫ്ലോർ ആട്ടോ കേട്ടോ. ഈ ഒരു സംഭവത്തിട്ട് ഈ സൈലൻസർ ആദ്യത്തെ സൈലൻസർ കറുത്ത് പോയിരുന്നു, മൊത്തത്തിൽ തുരുമ്പെടുത്ത് കറുത്ത് സ്ഥിതിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ പുതിയ മഫ്ലോർ ഇട്ടു കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ബെൻഡും, ഈ ഒരു ബെൻഡും മൊത്തം പോയിരുന്നു കേട്ടോ. അപ്പോൾ ബെൻഡും നമ്മൾ പുതിയ ഇട്ടിട്ടുണ്ട്, പുതിയ ബെൻഡും ഇട്ട്. അതേപോലെ തന്നെ നമ്മൾ കിക്കർ മാറ്റിയിട്ടില്ല കേട്ടോ. കിക്കറിൻ്റെ മാറ്റമെന്ന് വെച്ചാൽ കിക്കറിൻ്റെ ഞാൻ പറഞ്ഞ ഒരു വർഷം കൂടി നമുക്ക് എന്തുണ്ട്, റിന്യൂവൽ ചെയ്യാനുള്ള പെൻഡിങ് ഉണ്ട്, പേപ്പർ പെൻഡിങ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു വർഷം കൂടി നമുക്ക് റിന്യൂവൽ ഉണ്ട് ഇതിൻ്റെ നിലവിൽ. അപ്പോൾ ആ അടുത്ത റിന്യൂവൽ എടുക്കുന്ന സമയത്തേക്ക് നമുക്ക് എന്തായാലും മൊത്തം പെയിൻറ്റ് നമ്മൾ ചെയ്യും. അപ്പോൾ ആ സമയത്തേക്ക് മൊത്തം പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കിക്കർ കൂടി മാറ്റണം. കാരണം ഇവിടെ കണ്ട ഇവിടെ മൊത്തം തുരുമ്പില്ല, പക്ഷേ ഇതിൻ്റെ നിക്കിൾ പൊളിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് പുതിയ ഒരു കിക്കർ വാങ്ങാം. ഗിയർ കുഴപ്പമില്ല കേട്ടോ. അതുപോലെ പിന്നീടെന്ന് വെച്ചാൽ നമ്മൾ ഗിയർ ബോക്സ് മൊത്തം പണിതാട്ടാ. മൊത്തം ഗിയർ ബോക്സ് എൻജിൻ അയക്കാതെ ഗിയർ ബോക്സ് ഇറക്കിയിട്ട് പണിതാട്ടാ. ഇതിൻ്റെ ഫസ്റ്റ് മാത്രമായിരുന്നു വർക്കിംഗ് ഉള്ളൂ, ഫസ്റ്റ് ഗിയർ മാത്രമായിരുന്നു കേട്ടോ ഇതിൻ്റെ വർക്കിംഗ് ഉള്ളൂ. ബാക്കി സെക്കൻഡ്, തേർഡ്, ടോപ്പ്, ഇത് ടോപ്പ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഫസ്റ്റും ടോപ്പ് കുഴപ്പമില്ലായിരുന്നു. എന്നാലും എനിക്ക് തോന്നുന്ന ഫസ്റ്റാന്ന് തോന്നുന്നു കുറച്ച് പ്രശ്നമുള്ള. ടോപ്പ് ഭയങ്കര ഒരു കുഴപ്പമില്ലാത്തതിനു. പിന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലേക്ക് വന്ന സമയത്ത് കള സൗണ്ട് ആയിരുന്നു, ഭയങ്കര മൂളിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതൊക്കെ മാറി നല്ല ടക്ക് 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 നല്ല അടിപൊളി ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നല്ല പക്കയാക്കിയിട്ടുണ്ട്, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബഫിങ്, ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ പെയിൻറ്റ് റിമൂവർ വെച്ച് മാറ്റി കറുത്ത പെയിൻറ്റ് മാറ്റി എന്താക്കിയിട്ടുണ്ട്, ബഫ് ചെയ്ത് കുളത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാർബറേറ്റർ നമ്മൾ എന്താക്കി ക്ലീൻ ചെയ്തു, എയർ ഫിൽറ്റർ മാറ്റി,
കാർബറേറ്റർ ക്ലീൻ ചെയ്ത്, അതുപോലെ തന്നെ എക്സൈറ്റർ കേബിൾ ആദ്യം ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല സ്മൂത്ത് എക്സൈറ്റർ കേബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെൻഡിങ് ആയിട്ടുള്ള ഇനിയുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പെയിൻറ്റ് മൊത്തത്തിലൊന്നും അടിക്കുന്നില്ല, ആ ഒരു പണി പെൻഡിങ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സീറ്റ് കണ്ടോ, ഈ ഒരു സീറ്റ് നമ്മൾ ഹൈറ്റ് കൂട്ടിയിട്ടുള്ള സീറ്റ് നമ്മൾ ഇടാൻ പോകുന്നത്, അത് തലശ്ശേരി പോകണം കേട്ടോ. തലശ്ശേരിയിലാണ് കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ അതെന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യണം. കാരണം ഇതിൻ്റെ മുകളിൽ സീറ്റ് താഴ്ന്നിരിക്കുന്നതുകൊണ്ട് വണ്ടീൻ്റെ ഒരു ലുക്കിൽ ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ ആ ഒരു കുറവ് മാറ്റാനായിട്ട് എന്തായാലും നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ സീറ്റ് നമ്മൾ ഹൈറ്റുള്ള സീറ്റ് എന്തായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബേക്കിൽ നമ്മൾ മഗ്ഗാർഡ് വെച്ചിരുന്നു കേട്ടോ. ബേക്കിൽ നമ്മൾ മഗ്ഗാർഡ് ഫിറ്റാക്കിയതാണ്. അതിപ്പോൾ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ബേക്കിൽ നമ്മൾ ബുള്ളറ്റിനുള്ള മഗ്ഗാർഡ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ സെറ്റാക്കി ഓടിച്ചതാണ്. പക്ഷേങ്കിൽ അതിൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ടായി മാറുന്നു. ടപ്പ സൗണ്ട്. നമ്മൾ ഒരു ബുള്ളറ്റിൻ്റെ സൗണ്ടിൽ നിന്ന് നമ്മൾ ആ ഒരു പ്ലാപ്പിൻ്റെ സൗണ്ടിലേക്ക് വരുന്നതുകൊണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ എന്താക്കി, ആ പ്ലാപ്പ് കഴിച്ച് മാറ്റി നമ്മൾ സാധാരണ നമ്മളെ ഗുഡുഗുഡു സൗണ്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇനി വർക്കിങ്ങും അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നതിന് ശേഷം നമ്മളെ വീഡിയോ നമ്മൾ വീണ്ടും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് എത്തിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി നിങ്ങൾ അറിയുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ വണ്ടീൻ്റെ ഇപ്പോഴത്തെ ലുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ താക്കോൽ എടുത്തിട്ട് ബാക്കി ലൈറ്റ് കാര്യങ്ങളും അത് മീറ്ററിൽ വെച്ചതും നമ്മൾ ഫ്രണ്ടിൽ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ഇവിടെ 2 കണ്ണില്ലേ, ഈ 2 കണ്ണിൽ നമ്മൾ ബ്ലൂ ലൈറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പാർക്ക് ലൈറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ പാർക്ക് ലൈറ്റും കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് താക്കോൽ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കേസ് നമ്മൾ താക്കോൽ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിനുള്ളിലൊക്കെ ലൈറ്റ് ഇപ്പോൾ വെട്ടം കണ്ടോ, ലൈറ്റ് വന്നിട്ടോ. ഇതൊന്നും ലൈറ്റ് കത്തുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ നീല 2 ബൾബ് സെറ്റാക്കി കേട്ടോ. അതുപോലെ പാർക്ക്, അപ്പോൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കി. അതുപോലെ ബാക്കിൽ ബ്രേക്ക് പാർക്ക് ലൈറ്റ് ഉണ്ടോ, ഇതൊന്നും കത്തുന്നില്ലായിരുന്നു, എല്ലാം നമ്മളിപ്പോൾ സെറ്റാക്കി. അതേപോലെ തന്നെ ബ്രേക്ക് ഉണ്ടോ, ബ്രേക്കിൽ നമ്മൾ കത്തിച്ച്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് സൗണ്ടും കൂടി നോക്കണം. അത് നമുക്ക് സ്റ്റാൻഡ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്നത് തന്നെ. അപ്പോൾ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയ സ്റ്റാൻഡിൽ നമ്മൾ ഫോൺ സെറ്റാക്കിയിട്ട് നമ്മളിതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കപ്പി കേട്ടോ. ഇപ്പോഴുള്ള നമ്മളെ വർക്കിംഗ് സൗണ്ട് ഉണ്ടോ, കറക്റ്റ് എക്സോസിൻ്റെ സൗണ്ട് നല്ല കറക്റ്റ് സൗണ്ടില്ലേ. അതുപോലെ ഒറ്റയടിക്ക് സ്റ്റാർട്ടാട്ടോ, കാലൊന്ന് താഴെ ഇട്ടാൽ മതി, പ്രത്യേകം വണ്ടി സ്റ്റാർട്ടാട്ടോ. അതുപോലെ നമ്മൾ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നിലവിൽ ഇപ്പോൾ ഇതിന് ചെറിയൊരു പ്രശ്നമായിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുന്നത്, ഇവിടെ ഹെഡ്ലൈറ്റ് ഇടുന്ന സമയത്തേക്ക് വോൾട്ട് കുറച്ച് കാരാനുള്ള കുറവ് പോലെ തോന്നുന്നുണ്ട്. കാരണം ഇത് ഇപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഇട്ടിട്ടില്ല, അപ്പോൾ ഒരു പാർക്ക് മാത്രമേ ഇട്ടുള്ളൂ. ഇപ്പോൾ വോൾട്ട് കയറുന്നുണ്ട്. പക്ഷേങ്കിൽ ഇനി ഇപ്പോൾ ഹെഡ്ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് വോൾട്ട് കയറുന്നില്ല കേട്ടോ. അപ്പോൾ ആ റേസിൽ വോൾട്ട് കയറുന്നില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, കുറേ സമയം നമ്മൾ ഓടുന്ന സമയത്ത് ബാറ്ററി ചെറുതായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും ഒന്ന് ഇഗ്നിഷൻ കോയിൽ ഒന്ന് എന്താക്കണം, ചെക്ക് ചെയ്യണം കേട്ടോ. സൗണ്ട് ഉണ്ടോ? മറ്റേത് പ്ലാപ്പ് വെക്കുന്ന സമയത്ത് ആ ഒരു പ്ലാപ്പിൻ്റെ സൗണ്ട് ടപ്പ എന്നുള്ള സൗണ്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്.
അപ്പം ഇന്നത്തെ നമ്മളെ ബുള്ളറ്റിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളോട് പ്രത്യേകം പറയുകയാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെ പറ്റിയുള്ള അഭിപ്രായ കമൻറ്റ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം. കാരണം ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള, കാരണം ഏതൊരു വണ്ടി ഭ്രാന്തനും ഓരോ ദിവസം കൂടുന്നതനുസരിച്ച് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് അറിയുന്നതിനെ കൂട്ടി ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പം വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.